വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ ആ കൊച്ചിനെ എടുത്തങ്ങോട്ട് കൊഞ്ചിക്കുന്നതെന്നും പിള്ളയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിള്ള വീണ്ടും രാഘവനാരായിട്ട് അങ്ങോട്ട് തട്ടുകയാണ്, പറയും എന്നൊക്കെ. അന്നേരം ഭാമ അങ്ങോട്ട് കൊച്ചിനെ അങ്ങോട്ട് കൊഞ്ചിക്കുകയാണ്. മോൾക്ക് വിശക്കുന്നു, പൊന്നി ആൻറ്റിയോട് കുറുക്കെടുക്കാൻ പറയാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നേരത്തേക്ക് പൊന്നി വെള്ളമായിട്ട് വരികയാണ്. എന്നിട്ട് പൊന്നിയോട് കുഞ്ഞിന് കുറുക്കുണ്ടാക്കാനൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ഈ പിള്ളയാണെങ്കിൽ വീണ്ടും രാഘവനാരായിട്ട് ഇങ്ങോട്ട് തട്ടുകയാണ്, പറയുമെന്ന്. അന്നേരം അല്ല ഭാമയെ, നീ വന്ന് ജയിലിൽ നിന്നൊക്കെ തളർന്നിട്ടല്ലേ വന്നത്, അപ്പോൾ പോയി കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുകയാണോ, പോയി ഫ്രഷ് ആവുമെന്ന് പറയുക. അന്നേരം ശാലിനിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അന്നേരം ഇവളെ വന്നിട്ടൊന്നും എടുക്കാൻ പോലും പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിനെ എടുത്തത് കൊണ്ടാണ് ഭാമ ഇങ്ങനെ ജയിലിൽ പോയതെന്നൊക്കെ രാഘവനാരൻ അത് മനസ്സിലാണ് പറയുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാലിനി അത് കേൾക്കുന്നില്ല. വീണ്ടും പിള്ള ഇങ്ങനെ പറയുകയാണ്, ഭാമയോട് പറയുന്നുള്ളത്. അന്നേരം ശാലിനി ആണെങ്കിൽ കുഞ്ഞിനെ അങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ പോയി ഫ്രഷ് ആവുമെന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും സത്യഭാമ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കുമ്പോൾ രാഘവനാരെ വീണ്ടും പിള്ള പറയുകയാണ്, പറയുന്നുള്ളത്. അന്നേരം നീ പോയി ഫ്രഷ് ആവും ഭാമയെന്ന് പറയുകയാണ്. അന്നേരം ശരി എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ ആ പടിയിൽ ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട്. സാരി എന്തോ ഉടക്കുന്നതാണ്. ഭാമ അങ്ങ് തറയിലേക്ക് വീഴുകയാണ്. അന്നേരം കുഞ്ഞിനെ അങ്ങോട്ട് ശാലിനി ഓടി ചെല്ലുന്നുണ്ട്. പൊന്നി എല്ലാവരും ചെല്ലുകയാണ്. അന്നേരം എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം കൈ ഭാമയ്ക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അന്നേരം രാഘവനാരോട് വീണ്ടും പിള്ള പറയാണ്, കണ്ടില്ലേ വീണ്ടും ദുശകനങ്ങൾ വരുന്നത്, ഇരിക്കുന്നിടം മുച്ചോട് മുടി എന്നൊക്കെ ഇങ്ങനെ പറയും. രാഘവനാർ ഇങ്ങനെ വിഷമിച്ച് ഭാമയെ നോക്കുന്നുണ്ട്. ശാലിനി പറയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ, കൈക്ക് വേദന ഉണ്ടോ ചോദിക്കുമ്പോൾ ചെറുതായിട്ടുണ്ട് മോളെ എന്നൊക്കെ. ഭാമയ്ക്ക് നന്നായിട്ട് വേദനിക്കുന്നുമുണ്ട്. തുടർന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരിക്കും. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ ശാരികയാണെങ്കിൽ ഡോക്ടർ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അന്നേരം കാൽമുട്ടിന് വേദനയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതിനുള്ള മെഡിസിൻസ് ഒക്കെ എഴുതാം, നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്താലും മതി, എല്ലാം പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് വിടുകയുള്ളൂ. പിന്നെ നമുക്ക് കുറേ കാലം ഭക്ഷണം തന്ന ശാരദാമ്മയും മക്കളെ വെറുതെ വിടാനൊന്നും ഉപേക്ഷിക്കാനൊന്നും കഴിയില്ലല്ലോ. ആ കൊറോണ കാലത്താണെന്ന് തോന്നുന്നു, ശരിക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ശരിയോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അന്നേരം ഡോക്ടർ എൻ്റെ മോളെ എനിക്കൊന്ന് കാണാനായിട്ട് എടുക്കാനായിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദ്യം ഈ ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ച് കുഞ്ഞിനെ എടുക്കാനൊക്കെയുള്ള ആരോഗ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ഇറങ്ങുകയാണ്. അന്നേരമാണെങ്കിൽ ഗോപാലകൃഷ്ണനോട് ശാരിക തിരക്കുന്നുണ്ട്. അച്ഛാ എൻ്റെ മോള്, അന്നേരം ശാലിനിയുടെ അടുത്തല്ലേ, നിൻ്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ശാലിനിയുടെ അടുത്തു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം ഡോക്ടർ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഡോക്ടർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അന്നേരം ഞാൻ ഡോക്ടറെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ പേഴ്സണലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അകത്തേക്ക് വരുമെന്നും പറഞ്ഞ് ഡോക്ടർ ക്യാബിലേക്ക് പോകുന്നുണ്ട്. കൃഷ്ണൻകുട്ടിയും ചെല്ലുകയാണ്. അന്നേരം ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ ഒരു സഹായത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ചികിത്സയിലുള്ള ശാരിക എൻ്റെ അനന്തരവൻ്റെ ഭാര്യയാണ്, പക്ഷേ അതുകൊണ്ട് എന്നെയും എൻ്റെ സഹോദരിയെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു പരിചയമില്ലാത്ത നിങ്ങളെ ഞാൻ എന്ത് സഹായിക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനുള്ള വഴിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് നോട്ടാണെങ്കിൽ എടുത്ത് പേഴ്സിൽ നിന്ന് എടുത്തിട്ട് ആ കൊണ്ടുവന്ന ബാഗുണ്ടല്ലോ, ആ ബാഗിൽ നിന്ന് എടുത്തിട്ട് മേശപ്പുറത്തേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താണെന്ന് ചോദിക്കും. ഇത് ഡോക്ടർക്കുള്ളതാണ്, ഇതിനുള്ള സഹായമാണ് എനിക്ക് ചെയ്തേണ്ടത്. ആ ശാരിക ഉണ്ടല്ലോ, എൻ്റെ അനന്തരമാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല, വിദേശത്താണ്. അവൻ അവിടെ പോകാൻ കാരണം തന്നെ ഈ പെണ്ണ് കാരണമാണ്. ഈ കുട്ടിയാണെങ്കിൽ ഉണ്ടല്ലോ, അത് അവൻ്റെ ഒന്നുമല്ല, അവിഹിതം. അതുകൊണ്ട് സാധാരണ കാശ് തരുന്നത് രോഗികളെ രക്ഷിക്കാനാണ്, പക്ഷേ ഇവിടെ ഒന്ന് ശിക്ഷിക്കാനാണ്. ഡോക്ടർ ഒന്ന് കണ്ണടയ്ക്കണം, ആ ശാരിക ഇനി ഭൂമിയിൽ വേണ്ടാന്ന് പറയുകയാണ്. ഡോക്ടർ അങ്ങോട്ട് താൻ എന്താടോ പറഞ്ഞതെന്ന് ഡോക്ടർ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താ കരുതിയത്, ഡോക്ടർമാരിവിടെ കശാപ്പുശാല നടത്തുകയാണെന്നോ, രോഗികളെ ഓരോരുത്തരും രക്ഷിക്കാനാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയുന്നല്ലോ, മറച്ചു വയ്ക്കണല്ലോ, അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ വഴിക്ക് കണ്ടുകൊണ്ട് മര്യാദയ്ക്ക് പൈസ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പൊക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ താൻ അകത്താണ്, ഞാൻ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ അപ്പോൾ നമ്മുടെ വഴിക്ക് വരില്ല അല്ലേ എന്ന് പറയുകയാണ്. നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഈ കാശെടുത്ത് തന്നെ സഹായിക്കാനുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാട് നശിപ്പിക്കുന്നത്, ഇനി തന്നെ ഈ വഴിക്കെങ്ങാനും കണ്ടാലുണ്ടല്ലോ താൻ അകത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരിയെക്കുറിച്ചൊക്കെ മോശമായിട്ട് പറയുകയാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ഇത് എടുത്തുകൊണ്ട് ഇവിടെ പൊയ്ക്കോളണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുന്ന അകത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വേറെ ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാൻ കാണും, നിങ്ങൾ വഴിക്ക് വരില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തിട്ട് കൃഷ്ണൻകുട്ടി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് നശിപ്പിക്കാനായിട്ട് ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്.
ഇതേസമയം അവിടെ ഭാമയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയില്ല. പൊന്നിയാണെങ്കിൽ ഇങ്ങനെ തൈലമൊക്കെ ഇട്ട് ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. ഉമ്മറത്തിരുന്ന് തന്നെയാണ്. രാഘവൻ നായർ അവിടെ ചാരുകസയിൽ ഇരിപ്പുണ്ട്, പിള്ള അടുത്ത് നിൽപ്പുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, എത്ര വർഷമായി വീട് പണിതിട്ട് അന്ന് മുതൽ ഞാൻ കയറി ഇറങ്ങിയതല്ലേ, ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ വീണു എന്നൊന്നും എനിക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെ പറയുകയാണ്. അന്നേരം സത്യാമ്മയുടെ സമയദോഷം അല്ലാതെ എന്താ എന്നിങ്ങനെ പൊന്നു പറയുന്നുണ്ട്. അന്നേരം പിള്ള പറയുകയാണ്, സമയദോഷമൊന്നും അല്ല, ഇത് അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം എന്നൊക്കെ എല്ലാവരും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ താൻ എന്തോടെ പിള്ളയെ പറയുന്നതെന്ന് രാഘവൻ നായർ വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം കാളസർപ്പ ദോഷമെന്ന് കേട്ടിട്ടുണ്ടോ? രാഹുവിനും കേതുവിനും ഇടയ്ക്കുള്ള ആ ഒരു സമയമാണ്. ആ സമയത്താണ് ചിലപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചതെങ്കിൽ ഇരിക്കുന്നിടം മുടിയുക തന്നെ ചെയ്യും. എല്ലാവർക്കും ആപത്തും കുടുംബത്തിലുള്ളവർ തമ്മിൽ തല്ലി പിരിയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി അവിടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുകളിൽ നിൽക്കുകയാണ്. എന്നിട്ട് താഴെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പിള്ള പറയുന്നത് കേട്ടുകൊണ്ട് തന്നെയാണ് ശാലിനി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശാലിനി കുഞ്ഞിനോട് പറയണം, ഈ കുഞ്ഞിനെ അവിടെ തിരിച്ച് ഗോപാലകൃഷ്ണൻ തന്നെ ഏൽപ്പിക്കാനായിട്ട്. ഞാനിത് പറഞ്ഞപ്പോൾ ശാലിനി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല, ഇല്ലെങ്കിലും ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് തന്നെയാണ് കഴിയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പിള്ള ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശാലിനി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്. ഭാമയ്ക്കത് വിഷമമാവുന്നുണ്ട്. പൊന്നിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ശാലിനി പറയുകയാണ്, ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കിതിനെ അങ്ങ് ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല. ശാരികേച്ച് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെ ഇവിടെ നിർത്തിയേ പറ്റൂ, അതുവരെ എല്ലാവരും ക്ഷമിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, അല്ല മോളെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുകയാണ്. അതിന് അച്ഛൻ എങ്ങനെയാണ് പൊടി കുഞ്ഞിനെയും കൊണ്ട് നോക്കേണ്ടത്? അവിടെ ശ്യാമയല്ലേ നോക്കേണ്ടത്? പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ശ്യാമയെ എങ്ങനെ പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, നിന്നെ പോലെ കുഞ്ഞിനെ നോക്കാനുള്ള അവകാശം ശ്യാമയ്ക്കും ഉണ്ട്, അപ്പോൾ ഇത് അവിടെ അല്ലേ നിൽക്കേണ്ടതെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്, പക്ഷേ ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് ശ്യാമ ഇപ്പോൾ. കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന അവളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ കുഞ്ഞങ്ങ് ശാലിനിയുടെ തോളിൽ കിടന്ന് ഉറങ്ങുകയാണ്. അതെങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് തിരിച്ചു വരുന്നത് കുറച്ച് ദിവസത്തേക്ക് എല്ലാവരും കൂടി ബുദ്ധിമുട്ടൊന്ന് ക്ഷമിച്ചേ പതിയാകും, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശാലിനി കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പിള്ള എന്താണോ ചെയ്യുന്നത്, താൻ പറയുന്നതൊക്കെ സത്യമാണെങ്കിലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ നമുക്ക് അനിഷ്ടം തോന്നിയാൽ പിന്നെ സംഭവിക്കുന്നതെല്ലാം അതുകൊണ്ടാണ് നമുക്ക് തോന്നും, എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇല്ല, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പൊന്നിയാണെങ്കിൽ ഭാമയുടെ കൈ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവിടെ രാജീവിൻ്റെ വീട്ടിലെ വിജയലക്ഷ്മി ആണെങ്കിൽ അവിടെ അടുക്കളയിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻകുട്ടി വരുന്നുണ്ട്. വിജയലക്ഷ്മി, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ വഴിക്കൊന്നും വരുന്നില്ലല്ലോ കാര്യങ്ങൾ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അന്നേരം അവൾ ഈ കൊച്ചിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൈവിട്ട് പോകുമെന്ന് പറയുകയാണ്. പിന്നെ നാട്ടുകാരും കോടതിയൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടിയും പറയുന്നുണ്ട്, ഒരു കോടതിയിൽ DNA ടെസ്റ്റ് നടത്തിയാൽ രാജീവാണ് കുഞ്ഞിൻ്റെ അച്ഛനും തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വത്തുക്കളെല്ലാം കൊച്ചിൻ്റെ വഴിക്ക് പോകും. രാജീവിന് അവിടെ വിദേശത്തും ജോലി മതിയാക്കി വരേണ്ടി വരും, പിന്നെ എല്ലാം കുടുംബം തകരും എന്നൊക്കെ പറയുകയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ, ഇങ്ങനെ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അന്നേരം ഈ പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് ആ കൊച്ചിനെ ഇല്ലാതാക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ ഇല്ലാതാക്കാനോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, കുഞ്ഞില്ലാതാകുമ്പോൾ തള്ളയ്ക്ക് വട്ടാകും, പിന്നെ അവളെ പണ്ടത്തെ പോലെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിടാം, പിന്നെ അവിടെ വെച്ച് തീർക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതിനൊക്കെ നമ്മളെ ആര് സഹായിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സഹായിക്കാനൊക്കെ ആളുണ്ടാവും, ഒരു വഴിയുണ്ട്, ഒരാളുണ്ട് രാജേന്ദ്രൻ എന്ന് പറയുകയാണ്. അന്നേരം രാജേന്ദ്രനോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, അവൻ തന്നെ, അവനാകുമ്പോൾ കുടുംബശ്രീ ഹോട്ടലിനായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയുകയാണ്. അന്നേരം എന്ത് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ കുടുംബശ്രീ ഹോട്ടലിലെ മെയിൻ കുക്ക് ശാന്ത അവൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അവനാകുമ്പോൾ വിശ്വസ്തനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവനെ വിശ്വസിക്കാമോ എന്നിങ്ങനെ ജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു കുപ്പി കൊടുത്താൽ സ്വന്തം തന്തയെ വരെ കൊല്ലും, പിന്നെ അല്ലേ ഇത്, അതുകൊണ്ട് അവനിലൂടെ നമുക്ക് കാര്യങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബവും സ്വത്തും എല്ലാ കേങ്ങും വല്ല കൊച്ചും കൊണ്ടുപോകും. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടാൻ പറ്റുന്ന ആ ശാരികയും കുഞ്ഞും കൂടി ഇവിടേക്ക് വന്ന് താമസിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അവനിലൂടെ കാര്യങ്ങൾ നേടാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് സ്വാമി പൂർണ്ണസ്വരൂപാനന്ദയുടെ ആശ്രമത്തിലേക്ക് അനുപല്ലവിയാണെങ്കിൽ ഓട്ടോയിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ആദ്യം കാണുന്ന ഒരു അന്തേവാസിയോട് തന്നെ പിന്നെ ഞാൻ അനുപല്ലവിയെ കളക്ടറേറ്റിൽ നിന്നാണ്, കളക്ടർ മാഡം പറഞ്ഞിട്ടാണ് അവർ കളക്ടർ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു സുധാകരനും ഭാര്യയും ഒരു കുട്ടിയുണ്ട്, അവരെ കാണാനാണെന്ന് പറയുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ പോയി അവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കളക്ടർ മാഡം പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ളത്. അന്നേരം ഈ കൊണ്ടുവന്നവർ നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്. അന്നേരം ഈ അനുപല്ലവി വരുന്നതൊക്കെ അവിടെ സുസ്മിത
സുസ്മിതയാണെങ്കിൽ അവിടെ അകത്തുനിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അനുപല്ലവി നിൽക്കുന്നിടത്തേക്ക് തന്നെ സുസ്മിത ആണെങ്കിൽ ആ ഒളിഞ്ഞു നിന്ന് ആ ജനലിൽ കൂടി ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ഞാൻ ശാലിനി മാഡം പറഞ്ഞിട്ടാണ് വന്നത്, നിങ്ങളുടെ വീട് വയ്ക്കാനുള്ള തുക റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. ചെക്ക് കൊണ്ടുവന്നതാണ്, 30 ലക്ഷം രൂപയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിത ഒന്ന് അന്തം വിടുകയാണ്. എന്നിട്ട് 30 ലക്ഷം രൂപയെന്ന് ഇവിടെ സുധാകരൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു സാമാന്യം ഈ കാലത്ത് ഒരു സാമാന്യം തെറ്റില്ലാത്ത വീട് പണിയണമെങ്കിൽ അത്രയും പണം വേണ്ടേ, മാഡത്തിൻ്റെ സ്വന്തം റിസ്കിൽ തരുന്നതാണെന്ന് പറയുമ്പോൾ വാങ്ങുമെന്ന് പറയുകയാണ്. അന്നേരം സുധാകരൻ നേരെ നീട്ടുമ്പോൾ മോൻ തന്നെ വാങ്ങുമെന്ന് കുഞ്ഞിനോട് പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിത് വാങ്ങുകയാണ്. എന്നിട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം എങ്കിൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അനുപല്ലവി ഇറങ്ങുമ്പോൾ മാഡത്തോട് ഞങ്ങളുടെ അന്വേഷണം പറയണം, മാഡത്തിൻ്റെ സഹായം കൊണ്ടാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ കുറേ ശാലിനിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അനുപല്ലവി പോവുകയാണ്. അന്നേരം ഇവരിങ്ങനെ ഇത് പിന്നെ ശാലിനിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ നല്ല മനസ്സുള്ളവളാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ജനലിൻ്റെ അപ്പുറത്ത് ഈ സുസ്മിത നിൽക്കുന്നത് ഈ സുധാകരൻ്റെ ഭാര്യ കാണുന്നുണ്ട്. എന്നിട്ട് സുസ്മിത ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളും കളക്ടറും തമ്മിൽ എങ്ങനെയാണ് ബന്ധവും ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എൻ്റെ ദീപുമോൻ എൻ്റെ ക്ലാസ്സിലാണ് കളക്ടറുടെ മക്കൾ പഠിക്കുന്നത്, സുധാ ചേട്ടന് സുഖമില്ലായിരുന്നപ്പോഴും പിന്നെ ആദ്യത്തെ കുട്ടി മരിച്ചപ്പോഴൊക്കെ സഹായത്തിന് വന്നതാണ്, ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുകയാണ്. വീട് വയ്ക്കാനുള്ള പൈസയും കൊണ്ടുവന്നതാണ്, അതേ ചെക്ക് ഇതാണെന്ന് പറഞ്ഞ് സുധാകരൻ ഭാര്യയുടെ ചെക്ക് വാങ്ങി സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ്. എന്നിട്ട് സുസ്മിത ഇതിങ്ങനെ കവർ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുന്നേ സുസ്മിത അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ കരുതുന്നുണ്ട്, ഇവളിപ്പോൾ ഇത്രയും 30 ലക്ഷം രൂപയെ കൊടുത്ത് സഹായിക്കാൻ ഇവർക്ക് എവിടെ നിന്നായി പണം, എന്തായാലും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുത്തതായിരിക്കില്ല, ശമ്പളത്തിൽ നിന്ന് എടുത്തതായിരിക്കില്ല എന്നൊക്കെ സുസ്മിത അവിടെ നിന്ന് ചിന്തിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. എന്നിട്ട് സുസ്മിത ഈ ചെക്ക് നോക്കുമ്പോൾ ഇത് സർക്കാർ ചെക്ക് അല്ലല്ലോ, ഇത് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണല്ലോ, ഇവൾക്ക് ഇത്രയും ക്യാഷ് എന്ന് സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് സുസ്മിത പറയുകയാണ്, എന്തായാലും ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാം, സ്വാമിയെ അറിയിക്കുകയും ചെക്കും കാണിക്കാം, എന്നിട്ട് ഇതേപോലുള്ള സഹായം വേണ്ടവർ ഈ ആശ്രമത്തിലുണ്ടല്ലോ, അപ്പോൾ കളക്ടർ കണ്ടാലും എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് സുസ്മിത പെട്ടെന്ന് ആ ചെക്കിൻ്റെ ഒരു ഫോട്ടോ തൻ്റെ ഫോണിൽ എടുക്കുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ തിരിച്ച് ചെക്കൻ കൊടുക്കുന്നുണ്ട്, ചെല്ലുമെന്ന് പറഞ്ഞിട്ട്. അന്നേരം അവരങ്ങ് പോവുകയാണ്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ശാലിനി നീ എൻ്റെ പിറകെയല്ല, ഞാൻ നിൻ്റെ പിറകെയാണ്, ഇത്രയും പൈസ നിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. ഇപ്പോൾ പാവങ്ങളുടെ ഇത് മലയായിട്ട് മാറിയിരിക്കുകയല്ലേ, നീ എന്തായാലും നീ ഇത്രയും പൈസ എനിക്ക് എങ്ങനെ വന്നു എന്നുള്ളത് എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി സുസ്മിത ഈ ചെക്കിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് ഈ ഒരു പൈസ വന്നിരിക്കുന്നത് എന്നുള്ളത് മിക്കവാറും സുസ്മിത കണ്ടെത്തുകയും, അപ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ മരണത്തിന് പിന്നാലെ പോകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും സുസ്മിത കണ്ടുപിടിക്കുകയായിരിക്കും മിക്കവാറും. അപ്പം നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.